ഞാൻ 173 രൂപയുടെ ശമ്പളത്തിൽ കയറിയതാണ്. ഞാൻ പോസ്റ്റ് ഓഫീസിൽ കയറിയതാണ്. ഞാൻ അന്ന് മുതൽ ഈ 5 പൈസ 10 പൈസയൊക്കെ കൂട്ടി വെച്ച് ഉണ്ടാക്കിയൊരു വീടാണിത്. അതും നഷ്ടപ്പെട്ടു പോകാൻ വളരെയധികം വിഷമമുണ്ട്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഈ വെള്ളം കയറിയപ്പം പിന്നെ എന്ത് ചെയ്യാനാണ്? കാരണം ആരോടും പറയാനില്ല, നമുക്ക് എല്ലാം സഹിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങോട്ടെങ്കിൽ ഇത് സുശീലാമ്മ ഇടക്കൊച്ചിക്കാരിയാണ്. ഇന്ന് ഇടക്കൊച്ചിക്കാരായ ആളുകൾക്ക് വേമ്പനാട്ട് കായലെന്ന് കേട്ടാൽ ആകെ പേടിയാണ്. കാരണം കായലിൽ നിന്ന് വെള്ളം കരകയറി ഉണ്ടാക്കിയെടുത്ത സമ്പാദ്യമെല്ലാം ഈ വെള്ളം നശിപ്പിക്കുന്നൊരു അവസ്ഥയാണുള്ളത്. ഒരു വെള്ളമെന്ന് വെച്ചാൽ ഇവിടം വരെ ഈ ചവിട്ടുപടി വരെയും കയറി വരുന്നു. നീന്തി ഇറങ്ങണം, നടക്കണം, അവിടെ തന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇതിപ്പോൾ 2-3-4 വർഷത്തോളം ഇങ്ങനെ തന്നെ കയറിക്കൊണ്ടിരിക്കണത്. നമ്മളുടെ ഇങ്ങനത്തെ ഈ വീടൊക്കെ ഇങ്ങനെ വരുമ്പോൾ ദ്രവിച്ചു പോകൂലേ? കെട്ടിക്കിടന്നാൽ വെള്ളം പോകാൻ മാർഗ്ഗമില്ല. ഏതെങ്കിലും കാണെ വെള്ളം ഇങ്ങനെ പൊങ്ങി വരികയാണത്. നോക്കിയിരിക്കേണ്ടി വരും, ഒന്നും ചെയ്യാൻ പറ്റില്ല, സങ്കടപ്പെടാനേ പറ്റുള്ളൂ. വെള്ളം കയറുന്ന സ്ഥലം TV ചാനലിൽ അതെ, ഇവിടെ എവിടെയൊക്കെ വെള്ളം കയറുന്നത്? ഇവിടെ മൊത്തം വെള്ളം കയറും. ഇവിടെ നിന്ന് വെച്ചാൽ വെള്ളം കയറാത്ത സ്ഥലമൊന്നുമില്ല. ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും എല്ലാം പോകുമ്പോഴും പണ്ടൊക്കെ ഞങ്ങൾ ചെരുപ്പും സോക്സും എല്ലാം കൈ പിടിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങൾ എന്നിട്ട് വില കടയിൽ ചെന്നിട്ടാണ് ഇട്ടണം പോയിട്ടാണ് ഞങ്ങൾ വാനിലും ഞങ്ങൾ സ്കൂളിലൊക്കെ പോണത്. വേലിയേറ്റം ആ ചെടിയും തൊട്ട് നോക്കിയാൽ നിറച്ചുപ്പായിക്കും. ഈ വീടൊക്കെ മൊത്തം പൊളിഞ്ഞു ഇരിക്കണം ഇവിടത്തേക്ക്. വീട് ഇപ്പൊ അവിടത്തേക്കെല്ലാം പോയിരിക്കണേ. ഞങ്ങളുടെ വീട്ടിന്റെ തൊട്ട് പുറകെയാണ് കണ്ടം. എപ്പോഴും ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ഇതെല്ലാം പൊട്ടിയും പോവും. ഒട്ടനവധി ആളുകൾ വീട് ഉപേക്ഷിച്ച് വാടക വീട്ടിലേക്ക് പോയ ആളുകളുണ്ട്. മക്കളുടെ വീടുകളിൽ പോയി താമസിക്കുന്നവരുണ്ട്. ഞങ്ങൾ ജനകീയ സമിതിയുടെ ആദ്യത്തെ പ്രതിഷേധ സഹായനം നടത്തിയ സമയത്ത് ഞങ്ങളുടെ ഉദ്ഘാടക തന്നെ ഈ വീട് ഉപേക്ഷിച്ച് വേറൊരു സ്ഥലത്തോട്ട് പോയതാണ്. ഒരു നാടിനെ ആകെ ഓരുവെള്ളം മുക്കിയപ്പോൾ അവരുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്നതാണ് ഇടക്കൊച്ചി ജനകീയ സമിതി. ആ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പിന്നീട് ഇവിടുത്തെ സമരങ്ങളെല്ലാം. ഞങ്ങൾക്ക് വേണ്ടത് ഇടക്കൊച്ചിയിൽ വെള്ളം കയറാത്ത വിധത്തിൽ ഇടക്കൊച്ചിയുടെ ഭൂമി ഉയരണം. ഇടക്കൊച്ചിയുടെ ചുറ്റും ഏകദേശം 8.25 കിലോമീറ്റർ ചുറ്റളവുള്ള ഇടക്കൊച്ചിക്ക് ഒരു പാർശ്വഭിത്തി വേണം. നിലവിൽ പാർശ്വഭിത്തിയുണ്ട്, അതിനെ ബലപ്പെടുത്തണം. സ്ലൂയിസുകൾ വേണം. അങ്ങനെ ഇടക്കൊച്ചിയെ സംരക്ഷിക്കാൻ കഴിയണം. പക്ഷേ അതിന് പകരം അതിനുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ടുകൾ പലതും ഉണ്ടെങ്കിൽ ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ സർക്കാരോ ബന്ധപ്പെട്ട ആളുകളോ തയ്യാറാവുന്നില്ല. ഈ സ്ലൂയിസ് സ്ഥാപിക്കേണ്ടത് യഥാർത്ഥത്തിൽ കായലോട് ചേർന്ന ഭാഗത്താണ്. അവിടെ സ്ഥാപിക്കാതെ അത് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ല എന്നുള്ള സത്യം. വെള്ളം കയറുവാന് ഞങ്ങളുടെ അവസ്ഥയെന്ന് വെച്ചാൽ ഇപ്പം മോശം അവസ്ഥയാണ്. ഈ വെള്ളവും ഉപ്പുവെള്ളക്കയറ്റവും എല്ലാം കൂടി വരുമ്പോൾ ഞങ്ങൾക്ക് ജീവിച്ച് മടുത്ത്. ഇനി ആരെടുക്കാനാണ് ഞങ്ങളെ പോയി പറയേണ്ടത്? ആദിയുടെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ഇവിടുത്തെ ഭരണാധികാരികളാണ്. അവർ ഉത്തരം നൽകിയേ മതിയാകൂ. വേണൂരൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.